ഹാ നീയോ? നീ എന്താ പറയാതെ തന്നെ? വാ കയറുക. എന്താ നിന്റെ ഉദ്ദേശം? സ്വന്തമായിട്ട് ജോലി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാം ആവാന്നാ? നീ എന്തൊക്കെയാ പറയണേ? നിനക്കെന്താ പറ്റിയേ? വാ കയറുക. നീ എന്ത് ഞാൻ ഡിവോഴ്സ് നോട്ടീസ് അയച്ച? അതാണോ? നീ കയറുക. പറയാം. വാ ഇരിക്കും. ഇനി പറ, നീ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? നിനക്കെന്താ കുടിക്കാൻ വേണ്ടേ? ചായയാണോ കാപ്പിയാണോ? ഓ വർഷം എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. നീ വെറുതെ ആളെ കളിയാക്കല്ലേ? പറ, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഡിവോഴ്സ് നോട്ടീസ് അയച്ചത്? എടി എനിക്ക് ആ സ്പേസ് ഭയങ്കര ബുദ്ധിമുട്ടാവാൻ തുടങ്ങി. എടി അവിടെ നിനക്ക് എന്ത് കുറവുണ്ടായിരുന്നു? നിനക്ക് വേണ്ട എല്ലാ ക്വാളിറ്റീസ് ഉള്ള ആളായിരുന്നില്ലേ അവൻ? അണ്ടർസ്റ്റാൻഡിങ് ആണ്, എംപത്തറ്റിക് ആണ്, പിന്നെ എടി ലവ് മാരേജ് കൂടി ആയിരുന്നില്ലേ? ഇനിയിപ്പോ അവൻ നിന്നെ മെന്റലിയോ ഫിസിക്കലിയോ ദ്രോഹിക്കുകയോ അടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എന്താ നിന്റെ പ്രശ്നം? എടി അവൻ്റെ അച്ഛനും അമ്മയും എനിക്ക് തീരെ പറ്റുന്നില്ല. എനിക്ക് അവരുള്ള സ്പേസിൽ നിൽക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. എടി അവര് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷമായില്ലേ. ഇതുവരെ ഞാനും അവനും കൂടെ ഒരുമിച്ച് എത്ര സമയം നിന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. അവർക്കതെല്ലാം പ്രശ്നമാണ്. ഞങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്, ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നത്, ഒരുമിച്ച് പുറത്ത് പോകുന്നത്. പുറത്തു പോകണമെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് പോകണം. ഞാൻ അവനോടൊരു 10 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് അതവർക്ക് പ്രശ്നമാണ്. എത്ര നാളെങ്കിലും ഒരു ടോക്സിക് സ്പേസിൽ ഞാൻ നിൽക്കുക. നീ എന്നിട്ടത് അവനോട് സംസാരിച്ചോ? ആടി ഞാൻ സംസാരിച്ചു. പക്ഷേ അവൻ അവൻ്റെ അച്ഛനും അമ്മയും ധിക്കരിച്ചൊന്നും ചെയ്യില്ല. അവനവനെ ഭയങ്കര ഇഷ്ടമാണ്. എടി ഞാൻ പക്ഷേ ധിക്കരിക്കണമെന്നോ എതിർത്ത് പറയണമെന്നോ അങ്ങനൊന്നും അല്ല പറയണേ. പക്ഷേ ഞങ്ങൾ മാരീഡ് കപ്പിളല്ലേ, ഞങ്ങൾക്കൊരു പ്രൈവസി വേണ്ടേ? എന്തിനാ ഇപ്പോൾ ഞാൻ ജോലി കിട്ടി എൻ്റെ സ്വന്തം കാശിന് എന്തെങ്കിലും സ്പെൻഡ് ചെയ്താൽ പോലും അവർക്ക് പ്രശ്നം. ഞാൻ പുതിയതായിട്ടൊരു ഡ്രസ്സ് വാങ്ങിയാലോ, ഒരു ആക്സസറി വാങ്ങിയാലോ, ഒരു ജ്വല്ലറി വാങ്ങിയാലോ പിന്നെ 2 ദിവസത്തേക്ക് ആ വീട്ടിൽ സമാധാനം ഉണ്ടാവില്ല. എടി നിനക്ക് ഈ കാര്യം അവരോട് നേരിട്ട് സംസാരിച്ചൂടെ? എടി ഞാൻ സംസാരിച്ചടി. ഞാൻ കുറേ വട്ടം പറയാൻ ശ്രമിച്ചു. എല്ലാത്തിനും എന്നെ മാത്രം എപ്പോഴും കുറ്റം പറയണേ. എനിക്ക് മനസ്സിലാവാഞ്ഞിട്ടാണ് ഞാൻ കാരണമാണെന്നൊക്കെ. അവൻ്റെ അച്ഛനും അമ്മ ഒരു കട കൂടി നടത്തുന്നുണ്ടായിരുന്നില്ലേ, അത് നഷ്ടത്തിലായതുപോലും ഞാൻ കാരണമാണെന്ന് പറയണേ. അങ്ങനെയുള്ളവരോടൊക്കെ എന്താ പറയാനാ? എന്നാലും ഈ ഒരു കാര്യത്തിനൊക്കെ ഡിവോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരെ? എടി ഞാൻ നന്നായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എനിക്ക് കുറച്ച് സമാധാനം മതി. ഞാൻ എത്ര നാളിങ്ങനെ പേടിച്ച് ജീവിക്കുക? ഞാനിപ്പോൾ ഒരു ജോലി വാങ്ങിയതും അവനെ കല്യാണം കഴിച്ചതും ഒക്കെ നല്ലൊരു ലൈഫ് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ലേ. പക്ഷെ ഇപ്പം സമാധാനം കൂടി ഇല്ലയെന്ന് വെച്ചാൽ എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. അടുത്ത് നിൽക്കരുത്. അവനിതിലൊക്കെയാണോ? അവൻ ഓക്കെ അല്ല, പക്ഷെ അവനിപ്പോൾ ഇതിലൊന്നും ചെയ്യാനില്ലല്ലോ. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് ഈ കാര്യം കേട്ടപ്പോൾ ആദ്യം ദേഷ്യം വന്നു. അതാ ഞാൻ പിന്നെ ഇങ്ങോട്ട് വേഗം ഓടി വന്നു. പിന്നെ നിൻ്റെ ലൈഫാണ്, നീ എടുത്ത ഡിസിഷനാണ്. അവസാനം നീ റിഗ്രറ്റ് ചെയ്യാൻ പാടില്ല. എനിക്ക് അത്രേ പറയാനുള്ളൂ. എന്നാൽ ഞാൻ പോട്ടെ. എന്തെങ്കിലും വിളിക്കും.